സെന്റ് ലാസറസ് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം അവതരിപ്പിക്കുന്ന ദൃശ്യവിസ്മയം തോബിത്ത്. എടാ അഖിലേ, ഇന്ന് ക്ലാസ്സിൽ കയറണോ? ഓ, ഇനിയിപ്പോൾ കയറണോ? നമുക്ക് ഗ്രൂപ്പ് സോങ് ആന്ന് പറഞ്ഞ് പുറത്തിറങ്ങാം. എടാ, സൂസൻ ടീച്ചർ വഴക്ക് പറയും കേട്ടോ. ഓ പിന്നെ, ചെറിയാൻ സാറല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്. എടാ, പഠിപ്പിക്കുന്നത് ചെറിയാൻ സാറാണെങ്കിലും സൂസൻ ടീച്ചർ ഇച്ചിരി സീനാ. ടീച്ചർ തേച്ചൊട്ടിക്കും നമ്മളെ. ആ, അത് ശരിയാടാ. ശ്ശേ. കാക്ക തൂറിന്ന തോന്നുന്നേ. എടാ കാക്കയല്ലടാ, കിളിയാടാ കിളി. കഴുകട പോയി. ആ, പോയിട്ട് വരാം. ആരോടും പറയല്ലടാ, ആരും കണ്ടില്ലെന്നാ തോന്നുന്നു. ആ ചെല്ല്, നമ്മളാരോടും പറയുന്നില്ല. കഷ്ടകാലമാണല്ലോടാ, കാലും പോയി ഇപ്പൊ കിളിയും പണിയാണ്. ഇത് 4 പേരോട് പറഞ്ഞിട്ട് തന്നെ കാര്യം. എടാ ബെന്നെ, നീയൊക്കെ എന്തൊരു കൂട്ടുകാരനാടാ. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരുമിച്ചുള്ളവരല്ലേ. നമുക്ക് പള്ളിയുടെ വാട്സപ്പ് ഗ്രൂപ്പ് ചെയ്യാം. നീയൊക്കെ ഇവിടെ എന്താ എടുക്കോടാ? ക്ലാസ്സിൽ കയറടാ. അയ്യോ വാടാ. എടാ സെറാഫിൻ, അവൻ വന്നോളും, നീ വാ. എന്ത് ചെയ്യടാ നമ്മുടെ സെറാഫീൻ? സാറേ ഒരു സാറേ കാപ്പി ഷർട്ട് വീണിട്ട് കഴുകാൻ പോയതാ സാറേ. ശരി ശരി. എടാ മക്കളെ, നിങ്ങൾ ഈ അപ്പോക്രിഫ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല സാറേ, അപ്പോക്കാലിപ്സ് കേട്ടിട്ടുണ്ട്. ആ, അതെന്താണെന്ന് അറിയാവോ? സാറേ, അത് ഈ എൻഡ് ഓഫ് ദി വേൾഡ്, ഡൂംസ് ഡേ, കോസ്മിക് ഡിസ്ട്രക്ഷൻ എന്നൊക്കെ പറയുന്നൊരു സംഭവമാണ്. നമ്മുടെ വെളിപാട് പുസ്തകത്തിലൊക്കെ പറയുന്ന കാര്യം തന്നെയാ സാറേ. ചുരുക്കത്തിൽ പറഞ്ഞ ലോകാവസാനം. ഷടാ, ഇതിപ്പോ നീയൊക്കെ ഇനി ക്ലാസ് എടുക്കേണ്ട അവസ്ഥയായല്ലോ. ആരാ വരുന്നതെന്ന് നോക്കിക്കേ. കിളിയേ കിളിയേ ഒരു മണിമേഘത്തോപ്പിൽ. ദേ സാറേ, ഇവനോട് പാട്ട് കയർത്താൻ പറ, എന്നാലേ ഞാൻ കയറി വരത്തുള്ളൂ. ആ വിടടാ, ഇവൻ നമ്മുടെ മധുര ഗായകനല്ലേ, നമ്മുടെ സ്വന്തം ദാവീദ്. അവൻ പാടട്ടെ. അതെ, ദാവീദ് തന്നെ. കാണിക്കാത്ത തോന്നിവാസമൊന്നുമില്ല. ആ മതി മതി. എടാ അഖിലേ, അവൻ തമാശയ്ക്ക് പറഞ്ഞതാണേലും പറഞ്ഞതിൽ ഇച്ചിരി കാര്യമുണ്ട്. ആഹാ, അത്രക്കായോ സാറേ? അവൻ പോയെന്തിനാതറിയാവോ? ഇവന്റെ ദേഹത്ത് കിളി കാഷ്ടിച്ചു. അയന്നാടാ, നിന്റെ ദേഹത്ത് തന്നെ കിളി കാഷ്ടിക്കത്തില്ലേ? അത് തന്നെ. അതിനിപ്പോൾ എന്താ? ആ, അത് പറഞ്ഞപ്പോഴാ ഭാഗ്യത്തിന് നിന്റെ കണ്ണിലൊന്നും വീണില്ലല്ലോ. പണ്ട് ഇതുപോലെ കണ്ണിൽ കിളി കാഷ്ടിച്ച് കാഴ്ച നഷ്ടപ്പെട്ട ഒരാൾ നമ്മുടെ വേദപുസ്തകത്തിലുണ്ട്. ആരാണെന്നറിയാമോ? അയാളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പറയണ്ടായിരുന്നു. ആ, അപ്പോൾ പറഞ്ഞു വന്നത് അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ. ഓർത്തഡോക്സ് സഭകളുടെ കാനോനികമായ ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെട്ടതും എന്നാൽ നമ്മളിപ്പോൾ സാധാരണയായി ഉപയോഗിക്കുന്നതായ ബൈബിളിൽ ഇല്ലാത്തതുമായ ചില പുസ്തകങ്ങളാണ് അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ. സാറേ, പെസീത്ത ബൈബിളിൽ ആ പുസ്തകങ്ങൾ ഉണ്ടാവില്ലേ? ആ മിടുക്കൻ, തീർച്ചയായും. നമ്മുടെ സഭയുടെ ഔദ്യോഗിക വേദപുസ്തകം പെഷീത്ത ബൈബിളാണ്. അതിലെ ഒരു പുസ്തകത്തിലാണ് ഞാൻ ഈ പറഞ്ഞയാൾ. ആ ചുമ്മാ അല്ല നമ്മൾ കേൾക്കാഞ്ഞത്. ഓഹോ, സാധാരണ വേദപുസ്തകമുള്ള ആളായിരുന്നെങ്കിൽ അവൻ ഇപ്പോൾ അങ്ങ് പറഞ്ഞേനെ. പോടറാ, സാരമില്ല. ഈ അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിലെ ആദ്യ പുസ്തകമാണ് തോബിത്ത്. ആ തോബിത്തിനെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഏലിയ പ്രവാചകൻ്റെ ജന്മസ്ഥലമായ തിഷ്ബയിലായിരുന്നു തോബിത്തിൻ്റെ ഭവനം. അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്ന, മകൻ തോബിയാസ്. തോബിത്ത് ഒരു വിശ്വാസിയും മോശയുടെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ചിരുന്ന ആളുമായിരുന്നു. അസീറിയൻ അധിനിവേശത്തിൻ്റെ കാലത്ത് അസീറിയ ഇസ്രായേലിനെ ആക്രമിച്ച് ഇസ്രായേൽ മക്കളെ തടവുകാരായി നിനവയിലേക്ക് കൊണ്ടുപോയ കൂട്ടത്തിൽ തോബിത്തും കുടുംബം ഉണ്ടായിരുന്നു. സത്യസന്ധനും നീതിമാനുമായിരുന്ന തോബിത്തിനെ അസീറിയൻ രാജാവിന് വളരെ ഇഷ്ടമായി. നിനേവയിൽ കഴിയുന്ന പരദേശികളുടെ മേലധികാരിയായി അദ്ദേഹത്തെ നിയമിച്ചു. രാജ്യങ്ങളുമായി കച്ചവടം ചെയ്യുന്നതിനും അനുവദിച്ചു. അദ്ദേഹത്തിന് നഗരത്തിനകത്ത് ഒരു വീടും നൽകി. തോബിത്ത് വളരെ യാത്ര ചെയ്ത് വ്യാപാരം ചെയ്തു വന്നു. രാജാവിൽ നിന്ന് പ്രതിഫലം സമ്പാദിച്ച് ഒരു പണക്കാരനായി. യാത്രക്കിടയിൽ മേദ്യായിലെ റാഗസിൽ താമസിക്കുന്ന തൻ്റെ പ്രിയ സുഹൃത്തായ ഗബായലിനെ കാണുകയും അവൻ്റെ കൈവശം 10 താലന്ത് വെള്ളി സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് തോബിത്ത് മടങ്ങി വന്നപ്പോഴേക്കും നല്ലവനായ രാജാവ് മരണപ്പെട്ടു. പകരം
ഇസ്രായേൽക്കാരെ ഉപദ്രവിക്കുന്ന ഒരുവൻ രാജാവായി. തോബിത്തിന്റെ പദവിയും സമ്പാദ്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു. കൂനിന്മേൽ കുരു എന്ന പോലെ പക്ഷിയുടെ കാഷ്ടം കണ്ണിൽ വീണ് തോബിത്തിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു. ദേടാ നോക്ക്, ആ തോബിത്ത് രാജാവ് കൊന്ന ഒരാളെ വീണ്ടും കൊണ്ടുവന്ന് സംസ്കരിക്കുന്നു. ഇവന് കിട്ടിയതൊന്നും മതിയായില്ലേ? ഇതിനു മുമ്പത്തെ രാജാവ് ഇവനെ ഇതേ കാരണത്താൽ ഉപദ്രവിച്ചിട്ട് ഇവൻ പേടിച്ച് നാട് വിട്ടതല്ലേ? വീണ്ടും വന്നിരിക്കുന്ന അതേ പരിപാടിയായിട്ട്. ഇതുപോലൊരു മണ്ടൻ ഇനിയും കിട്ടുമ്പോ പഠിച്ചോളൂ. വാടാ, നമുക്ക് പോയേക്കാം. രാജാവിന്റെ ആൾക്കാർ കണ്ടാൽ നമ്മളും അവന്റെ കൂടെ ഉള്ളതെന്ന് കരുതി നമ്മളെയും തട്ടും. നിങ്ങൾ എന്താ താമസിച്ചത്? ഇവിടെ ഞങ്ങൾക്ക് എന്തെങ്കിലും സമാധാനം ഉണ്ടാവുമോ? അല്ലേലും ഈ പണിക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. പിന്നെ നമ്മുടെ ആ സഹോദരന്റെ ദേഹം അവിടെ ചീഞ്ഞളിഞ്ഞ് ആർക്കും വേണ്ടാതെ കിടക്കണോ? എന്റെ ശരീരമായിരുന്നെങ്കിൽ നീ ഇങ്ങനെ പറയുമോ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എനിക്കും തോബിയാസിനും വേറെ ആരാ ഉള്ളത്? നിങ്ങൾ അകത്തേക്ക് വരൂ, ഭക്ഷണം കഴിച്ച് കിടക്കൂ. വേണ്ട, എനിക്ക് വിശക്കുന്നില്ല. മാത്രമല്ല ഞാനിപ്പോൾ അശുദ്ധനാണ്. ഇന്ന് ഞാൻ പുറത്ത് കിടന്നോളാം. നീ അകത്ത് കയറിപ്പോക്കോ. തോബി ഉറങ്ങിയോ? ഉറങ്ങി. ഇതെന്താണ്? എന്താണ് എൻ്റെ കണ്ണിൽ വീണത്? ഷേ, ഇത് പോകുന്നില്ലല്ലോ. എൻ്റെ കണ്ണിന് ഇത് എന്ത് പറ്റി? അയ്യോ, എനിക്കൊന്നും കാണുന്നില്ല. അന്നേ, എനിക്കൊന്നും കാണുന്നില്ല. ദൈവമേ, അയ്യോ അയ്യോ. എടാ സെറാഫിനെ, നീ ജസ്റ്റ് മിസ്സായിരുന്നു. എടാ ഭാഗ്യവാനേ. അങ്ങനെ തോബിത്തും കുടുംബവും വലിയ കഷ്ടത്തിലായി. ഓൾറെഡി പണി പോയ തോബിത്തിൻ്റെ കാഴ്ചയും പോയി. കുടുംബം ദാരിദ്ര്യത്തിൻ്റെ വക്കിലായി. പക്ഷെ എന്നാലും തോബിത്തും കുടുംബവും പ്രാർത്ഥന കൈവിട്ടില്ല. തോബിത്ത് യഹോവയോടെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എനിക്കിത് സഹിക്കാൻ വയ്യ യഹോവേ. എൻ്റെ ജീവൻ തിരിച്ചെടുത്തു കൊള്ളുക. ഞാൻ മരിച്ച് മണ്ണായി തീർന്നു കൊള്ളട്ടെ. ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണ്. ഈ ദുഃഖത്തിൽ നിന്ന് മുക്തി നേടി ശാശ്വത ഭവനത്തിലേക്ക് പോകുവാൻ അങ്ങ് കൽപ്പിച്ചാലും അങ്ങ് എന്നിൽ നിന്ന് മുഖം തിരിക്കരുതേ. ഇതുപോലെ തന്നെ എഗ്ബക്താനായ എന്നൊരു സ്ഥലത്ത് തോബിത്തിന് ചാർച്ചക്കാരുടെ ഒരു ഭവനം ഉണ്ടായിരുന്നു. റഘുവേലും കുടുംബവും നല്ല ഭക്തരും നീതിമാന്മാരുമായ അവർക്കും ഒരു കഷ്ടമുണ്ടായിരുന്നു. ഈ റഘുവേലിൻ്റെ മകളായിരുന്നു സാറ. 7 പ്രാവശ്യം വിവാഹം ചെയ്തതാണ് അവൾ. എന്നാൽ ആദ്യ രാത്രിയിൽ തന്നെ ഓരോ ഭർത്താവും അസ്മോദേവൂസ് എന്ന ദുഷ്ടപിശാചിനാൽ വധിക്കപ്പെട്ടിരുന്നു. വേലക്കാരൊക്കെ അവളെ ഈ കാരണം കൊണ്ട് കളിയാക്കി വന്നു. അത് പിന്നെ സാറേ, ഒരു കാരണം കിട്ടാൻ നോക്കിയിരിക്കുമല്ലേ നാട്ടുകാർക്ക് ഊതിപ്പെരിപ്പിക്കാൻ. അതുതന്നെ. ഇതെല്ലാം കേട്ടുണ്ടായ ദുഃഖത്തിൻ്റെ ആധിക്യത്താൽ തൂങ്ങി മരിച്ചു കളയാവുന്ന പോലും അവൾക്ക് തോന്നിപ്പോയി. എങ്കിലും അവൾ വിചാരിച്ചു, ഞാൻ പിതാവിൻ്റെ ഏക മകളല്ലേ, ഞാൻ അങ്ങനെ ചെയ്താൽ പിതാവിന് അപമാനകരമാവും. വൃദ്ധനായ എൻ്റെ പിതാവ് വേദന കൊണ്ട് മരിക്കും. അവളും തോബിത്തിനെ പോലെ കിളിവാതിലിൻ്റെ അടുത്ത് എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. പരിശുദ്ധവും സംപൂജ്യമായ അങ്ങയുടെ നാമം എന്നെന്നും സ്തുതിക്കപ്പെടട്ടെ. എല്ലാ സൃഷ്ടികളും അവിടുത്തെ എന്നെന്നും വാഴ്ത്തട്ടെ. എന്റെ ദൃഷ്ടികളും മുഖവും അങ്ങയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു. എന്നെ ഈ ഭൂമിയിൽ നിന്ന് മോചിപ്പിക്കണമേ. ഞാൻ ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ. കർത്താവെ, ഞാൻ പുരുഷന്മാരുമായി പാപം ചെയ്തിട്ടില്ലെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ. ഈ പ്രവാസത്തിൽ എന്റെയോ പിതാവിന്റെയോ പേരിന് ഞാൻ കളങ്കം വരുത്തിയിട്ടില്ല. പിതാവിന്റെ ഏകജാതിയാണ് ഞാൻ. അവകാശിയായി അവന് വേറെ മക്കളില്ല. എനിക്ക് ഭർത്താവാകാൻ അവന് ഉറ്റവനോ ഉറ്റവരുടെ മകനോ ഇല്ല. എന്റെ 7 ഭർത്താക്കന്മാർ മരിച്ചു. ഇനി ഞാൻ എന്തിന് ജീവിക്കണം? ഞാൻ ജീവിക്കണമെന്നാണ് അവിടുത്തെ ഹിതമെങ്കിൽ എന്നെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാത്ത വിധം എനിക്ക് മാന്യത നൽകണമേ. ശോ,
എന്താ സാർ ഈ നല്ലവർക്ക് തന്നെ ഈ കഷ്ടങ്ങൾ ദൈവം വരുത്തുന്നേ? അതങ്ങനെയാണ് എൻ്റെ പെണ്ണെ. ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നവർക്ക് കഷ്ടങ്ങളേറെ ഉണ്ടാകും. കാരണം ആ കഷ്ടങ്ങളിൽ അവർ തളരാതെ ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തോടുള്ള അവരുടെ ബന്ധം കൂടുതൽ ആഴമേറിയതാവണം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവർ അനുഭവിച്ചറിയും. ആ കഷ്ടങ്ങളിൽ കൂടെ നിൽക്കുവാൻ ദൈവം ഒരു മാലാഖയെ അയക്കും. നമ്മുടെ യേശുവിന് വേണ്ടി ഗെത്സമനയിൽ വെച്ച് ഒരു മാലാഖയെ ഒരുക്കിയിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ ഇത് എന്തിരിപ്പാ? ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ എന്തെങ്കിലും ഗുണമുണ്ടോ? എന്ത് കഴിക്കുമെന്ന് വല്ല വിചാരമുണ്ടോ? തിന്നുവാൻ എന്തെങ്കിലും വകയുണ്ടോ? എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഞാൻ പോയാൽ എന്ത് കിട്ടാനാ? ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്ക്. വല്ല കാക്കയുടെയും കയ്യിൽ അപ്പം കൊടുത്തു വിടുമായിരിക്കും. ഹന്നെ, ദൈവദൂഷണം പറയരുത്. യഹോവ നമ്മെ കഷ്ടത്തിൽ നിന്നും വിടുവിക്കും. ഹന്നെ, ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. ഞാൻ കുറച്ചുനാൾ മുമ്പ് റാഗാസിലുള്ള ഗബായേലിൻ്റെ പക്കൽ കുറച്ച് പണം ഏൽപ്പിച്ചിരുന്നു. അത് പോയി ഒന്ന് മേടിക്കണം. എൻ്റെ മരണശേഷവും നീയും തോബിയാസും പട്ടിണി കിടക്കാൻ ഇടയാകരുത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ തോബിയാസിനെ വിളിക്ക്. മോനെ തോബി, അപ്പ വിളിക്കുന്നു. അപ്പ എന്നെ വിളിച്ചോ? മോനെ, ഇങ്ങി വാ, എൻ്റെ അടുത്തിരിക്കുക. ഹന്നെ, എനിക്കിവനോട് തനിച്ചൊന്ന് സംസാരിക്കണം. ദേ, അവനെ തനിച്ച് വിടണ്ട, കൂടെ ഒരാളെ കൂടി വിടണം. എനിക്ക് പേടിയാ. എന്താ അപ്പ? എടാ തോബി, നീ രാഗസിലുള്ള എൻ്റെ സുഹൃത്ത് ഗബായേലിൻ്റെ വീട്ടിലൊന്ന് പോകണം. അവൻ്റെ പക്കൽ ഞാൻ 10 താലന്ത് പണം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നീ പോയി മേടിക്കണം. ശരി, ഞാൻ പോകാമപ്പ. നീ ഒറ്റയ്ക്ക് പോകണ്ട, കൂടെ ഒരാളെ കൂടെ കൂട്ടിക്കൊണ്ട് പോകണം. അതിന് പറ്റിയ ഒരാളെ നീ എത്രയും വേഗം കണ്ടുപിടിക്കണം. എത്ര കൂലി വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഞാനൊരു പ്രമാണരേഖയും നിനക്ക് തരാം. അതുമായിട്ട് വേണം നീ പോകാൻ. ശരിയപ്പ, ഞാൻ വേണ്ടത് ചെയ്യാം. മോനെ തോബി, നിന്റെ അമ്മയുടെ കാര്യം ഒരിക്കലും നീ മറക്കരുത്. ജീവിതകാലം മുഴുവൻ അവളെ നീ ആദരിക്കണം. അമ്മയുടെ ഹിതം നോക്കണം. ഒരിക്കലും നീ അവളെ വേദനിപ്പിക്കരുത്. മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ നീ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവൃത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ. അനീതി പ്രവർത്തിക്കരുത്. സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് നീ ദാനം ചെയ്തോണം. വേല ചെയ്യുന്നവൻ്റെ കൂലി പിറ്റേ ദിവസത്തേക്ക് നീട്ടിവെക്കരുത്. അതത് ദിവസം തന്നെ കൊടുത്തു തീർക്കുക. കർത്താവാണ് എല്ലാ നന്മയും നൽകുന്നത്. അവിടുന്ന് എളിമപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നവനെ അങ്ങനെ ചെയ്യുന്നു. അതിനാൽ മകനെ, എൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. അവൻ നിന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുവാൻ അനുവദിക്കരുത് കേട്ടോ. ശരിയപ്പ. അതെ, ഒന്ന് നിൽക്കണേ. താങ്കളുടെ പേരെന്താണ്? അസറിയ. എന്തു വേണം? അല്ല, താങ്കൾക്ക് ഈ വഴികളൊക്കെ പരിചയമുണ്ടെന്ന് കേട്ടല്ലോ. അതെ, എനിക്ക് നിശ്ചയമുണ്ട്. താങ്കൾ ഏത് ഗോത്രക്കാരനാണ്? അത് ശരി, എൻ്റെ വംശവും ഗോത്രം അന്വേഷിക്കാനാണോ നിങ്ങൾ വന്നത്? തനിക്ക് വേണ്ട എന്താണെന്ന് ഇപ്പോഴും പറഞ്ഞില്ല. അയ്യോ, ഞാൻ ദേഷ്യപ്പെടുത്താൻ പറഞ്ഞതല്ല. ഞാൻ തോബിയാസ്. എൻ്റെ അപ്പൻ തോബിത്ത് എന്നെ രാഗാസിലുള്ള അവൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോകുവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്, കുറച്ച് പണം വാങ്ങുവാൻ. അതിന് എൻ്റെ കൂടെ വരുവാൻ എനിക്ക് ഈ വഴികളൊക്കെ നിശ്ചയമുള്ള ഒരു സഹയാത്രികനെ ആവശ്യമാണ്. വെറുതെ വേണ്ട, കൂലിക്ക് മതി. താങ്കൾക്ക് സമ്മതമാണോ? ഓ, അതാണ് കാര്യം. തോബിയാസേ, നിങ്ങളുടെ ചാർച്ചക്കാരനായ ഹനനിയുടെ മകൻ അസറിയാണ് ഞാൻ. എൻ്റെ പൊന്നെ, പിന്നെ എന്ത് വേണം? നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ. നീ വാ, വീട്ടിലേക്ക് വാ, നമുക്ക് അപ്പനെ പോയി കാണാം. ദേ, ബന്ധുവാണെന്ന് വെച്ച് കൂലിക്ക് കുറവ് വരുത്തിയേക്കരുത്. നല്ല ദൂരമുള്ള യാത്ര. നീങ്ങ് വന്നേ, നമുക്കെല്ലാം ശരിയാക്കാന്ന്. അങ്ങനെ തോബിയാസും അസറിയായും കൂടി യാത്ര തുടങ്ങി. മേദ്യയിലെ രാഗസിലുള്ള ഗബായേലിൻ്റെ ഭവനത്തിലേക്ക്. സാറേ, ബ്രേക്ക്. എന്തോന്ന് ബ്രേക്ക്? സാറേ, വെള്ളം കുടിക്കട്ടെ, ഒരു 5 മിനിറ്റ് ബ്രേക്ക്. ആ, ശരി ശരി, വായിച്ചു വാ. പെട്ടെന്ന് വരണേ, ഇനിയും കുറെ ടെസ്റ്റ് വരാനുണ്ട്. ആ, ഇപ്പോൾ വരാം സാറേ. എടാ അസറിയ, മടുത്തു. ഇതിപ്പോൾ എത്രയായി നടക്കുന്നു? നിനക്ക് കുറുക്ക് വഴിയൊന്നും അറിയില്ലേ? നീ ഇനി മോശയെ പോലെ നേരെ പോകേണ്ട വഴിക്ക് പകരം വളഞ്ഞും കറങ്ങിയൊക്കെയാണോ എന്നെ കൊണ്ടുപോകുന്നത്? ഓ പിന്നെ, ഒന്ന് പോയടാ. ഇതാണ് ഏറ്റവും ചെറിയ ദൂരം. നടക്കങ്ങോട്ട്. ഒരു കാര്യം ചെയ്യാം, ഇവിടെ അടുത്താണ് രഘുവേൽ എന്ന നമ്മുടെ ചാർച്ചക്കാരൻ്റെ വീട്. നമുക്കിന്ന് അവിടെ തങ്ങാം. അതൊന്നും വേണ്ട അസു.
എത്രയും പെട്ടെന്ന് ഗബായലിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് തിരിച്ചു പോവാം. ഇല്ല തോബി, നമുക്ക് അവിടെ തന്നെ പോകണം. അവർ നല്ലവരാണ്. രഘുവേലും ഭാര്യയും സുന്ദരിയായ ഒരു മകളും ഉണ്ട് അവിടെ. നമുക്കവർ നല്ല സ്വീകരണം തരും. നീ എന്താ പറഞ്ഞേ? അവർ നമ്മെ നന്നായി സ്വീകരിക്കുമെന്ന്. ഷോ, അതല്ല, അതിനു മുൻപ് ഒരു മകളോ മറ്റോ. ഓ, അവൻ്റെ ഇളക്കം കണ്ടില്ലേ? അതെ, രഘുവേലിന് സാറ എന്ന സുന്ദരിയായ ഒരു മകളുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു കല്യാണ ആലോചനയും നടത്താം. ശരിക്കും? പിന്നല്ലാതെ. ഞാൻ സംസാരിച്ച് നോക്കാം രഘുവേലിനോട്. ഓഫ്, നീ അസറിയല്ലടാ, മാലാക. വാ 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 പോവാ. ഓഹ്, എന്തൊരു ഉത്സാഹം. ഈ സാറയുടെ 7 വിവാഹം കഴിഞ്ഞു. ഓരോ ഭർത്താക്കന്മാരെയും ആദ്യ രാത്രിയിൽ അസ്മാദേവൂസ് എന്ന ഒരു ദുഷ്ടശക്തി വന്ന് കൊന്നുകളയും. അയ്യോ പാവം. അപ്പം ഞാനും? ഇങ്ങനെ പേടിക്കല്ലേ തോബി, ഞാനില്ലേ കൂടെ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. ദൈവമേ, ഞാൻ എൻ്റെ അപ്പൻ ഏക മകനാണ്, എന്നെ രക്ഷിക്കണേ. ഒരു കാര്യം ചെയ്യും, നമുക്കൊരല്പം വിശ്രമിക്കാം. വാ, ഇവിടെ ഇരുന്നു. ദേ, ഒരു നദിയല്ലേ അത്? ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, നീ ഇവിടെ കിടന്നോ. വലിയ മീനുകളൊക്കെ ഉള്ള നദിയാണ്, സൂക്ഷിച്ചു വേണം. ഓ പിന്നെ, ഞാനെത്ര മീനുകളെ കണ്ടിരിക്കുന്നു. എത്ര നേരം ആയടാ ഇത്? തോബിയാസ് ഇപ്പൊ അങ്ങ് എത്തിയിട്ടുണ്ടാവുമല്ലോ. ഇല്ല സാറേ, എത്ര ദിവസത്തെ യാത്രയുള്ള? അത് നേരാ. അങ്ങനെ യാത്രക്കിടയിൽ നമ്മുടെ തോബിയാസിനെ ഒരു നദിക്കരികെ വെച്ച് ഒരു മത്സ്യം വിഴുങ്ങാൻ വന്നു. ആഹാ, പണ്ട് യോനയെ വിഴുങ്ങിയ മീനായിരിക്കും. അതിന് ഇത് തന്നെ പണി. പക്ഷേ തോബിയാസിനെ മത്സ്യം പിടിച്ചില്ല കേട്ടോ. നമ്മുടെ തോബിയാസ് അതിനെ പിടിച്ച് കരക്കിട്ട് കൊന്നുകളഞ്ഞു. ഓ മാസ്. എന്നിട്ട് ഇതെന്താ സംഭവം? ഇതെന്ത് വലിയ മീനാണ്? എടാ അസു, നീ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. എന്നെ വിഴുങ്ങാൻ വന്നതാ. ഞാൻ വിടുവോ? ഞാൻ പിടിച്ച് കരക്കിട്ടു, അല്ല പിന്നെ. ആഹാ, നീ ഒരു കാര്യം ചെയ്യും, അതിൻ്റെ കരളും ചങ്കും പിത്താശയും അങ്ങ് വലിച്ച് പുറത്തെടുക്കുക. ഓ എൻ്റെ എടാ, നീ ഒരു ബുദ്ധിമാൻ തന്നെ. ഇവൻ്റെ ആ കരളങ്ങ് പൊരിച്ചടിക്കാം, നല്ല വിശപ്പ്. അതിനല്ല, അത് സഞ്ചിയിലാക്കി കൊണ്ടുപോകാനാ. സഞ്ചിയിലാക്കാനോ? അതെ, ചില ദുഷ്ടശക്തികളിൽ നിന്നും പിശാചുകളിൽ നിന്നും അത് നിന്നെ രക്ഷിക്കും. ഉള്ളതാണോടെ? നീ പറയുന്നത് കേൾക്ക്. അതിൻ്റെ കരളും ചങ്കും എടുത്ത് സഞ്ചിയിലാക്ക്. എന്നിട്ട് ബാക്കി മത്സ്യത്തെ ഇങ്ങ് താ, നമുക്ക് ചുട്ട് തിന്നാം. നേരം വൈകി രഘുവേലിൻ്റെ ഭവനത്തിൽ എത്രയും പെട്ടെന്ന് ചെല്ലണം. അങ്ങനെ തോബിയാസും അസറിയായും കൂടി രഘുവേലിൻ്റെ ഭവനത്തിലെത്തി. തോബിയാസ് സാറയെ വിവാഹവും ചെയ്തു. അപ്പൊ സാറേ, ആസ്പെറ്റോസ് അല്ലട പൊട്ട, അസ്മാദേവൂസ്. തോക്കി കയറി വെടിവെക്കാടാ, പറയാം. അങ്ങനെ ആദ്യ രാത്രിക്ക് മുമ്പായിട്ട് തോബിയാസിന് അസറിയ ഒരു പരിഹാരം പറഞ്ഞു കൊടുത്തു. അങ്ങനെ പണം മേടിക്കാൻ വീട്ടിൽ നിന്നിറങ്ങിയ നിന്റെ വിവാഹവും കഴിഞ്ഞ്. തോബിത്തിന് ഇതറിയുമ്പോൾ ഒത്തിരി സന്തോഷമാകും, ഇല്ലേടാ? വീട്ടിലേക്ക് നമ്മൾ സർവ്വസന്നാഹങ്ങളുമായി കയറി അങ്ങ് ചെല്ലണം. ഓ അന്തസ്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഓ, പുതുമണവാളനാകെ സ്വപ്നലോകത്താണെന്ന് തോന്നുന്നല്ലോ. ഉണ്ടാ, എൻ്റെ കൈയും കാലും വരച്ചിട്ട് പാടില്ല. നിനക്കെങ്ങനെയാ അസു ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നേ? അസ്മാദേവൂസിൻ്റെ ഇന്നത്തെ അടുത്ത ഇര ഞാനാണ്. ഒരാവേശത്തിന് കയറി കെട്ടുകയും ചെയ്ത്. അയ്യോ. എന്താ തോബി, ഇത്രയ്ക്കും ഭക്തിയും ദേവാശ്രയവും ഉള്ള നീ ഇങ്ങനെ ഭയന്നാലോ? അതും തോബിത്തിനെ പോലെ ധൈര്യശാലിയും യഹോവയ്ക്ക് പ്രിയപ്പെട്ടവനുമായ ഒരാളുടെ മകനല്ലേടാ നീ. യഹോവ നമുക്ക് വേണ്ടത് ചെയ്ത് നിന്നെ രക്ഷിക്കും എന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഒക്കെ ശരിയാണ് അസു, പക്ഷെ ഇത് എനിക്ക് പറ്റുന്നില്ല. ഈ ഭയം എന്നെ വിട്ടുമാറുന്നില്ല. ആ ദുഷ്ടശക്തിയാൽ കൊല്ലപ്പെടുന്നതിലും ഭേദം ഞാൻ ആത്മഹത്യ ചെയ്തതാണ്. തോബി, നീ ഒരു കാര്യം ചെയ്യണം. ഇന്ന് സാറയോടൊപ്പം ഉറങ്ങുന്നതിന് മുൻപ് നീ നാം അന്ന് മത്സ്യത്തിൻ്റെ ഉള്ളിൽ നിന്നും എടുത്ത ആ കരളും ചങ്കും നീ ആ കിടപ്പറ നിറയെ പുകയ്ക്കണം. ആ ദുഷ്ടശക്തി നിന്നെ വിട്ടു പോയിക്കോളും. ഏത്? എന്നെ വിഴുങ്ങാൻ വന്ന ആ മീൻ്റെയോ? അത് തന്നെ. അസു, സത്യമാണോ? അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുവോ? തോബി, വിശ്വസിക്കുക മാത്രം ചെയ്യൂ. യഹോവ നിന്നെ തീർച്ചയായും രക്ഷിക്കും. ശരി, ഞാൻ ചെയ്യാം.
എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാൻ പുറത്തുണ്ടായിരുന്നു. അങ്ങ് എന്തിനാണ് ഈ സാഹസത്തിന് മുതിർന്നത്? എനിക്കുണ്ടായിട്ടുള്ള ദുരിതങ്ങൾ അങ്ങേക്ക് അറിയാവുന്നതല്ലേ? എന്തിനാണ് അങ്ങയുടെ ജീവിതം അപായപ്പെടുത്തുന്നത്? സാറ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും യഹോവയാം ദൈവത്തെ ആരാധിച്ച് ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ജീവിത സാഹചര്യങ്ങൾ ഞങ്ങളെ വളരെ കഷ്ടതയിലാക്കിയെങ്കിലും ഞങ്ങൾക്ക് അവനെ തള്ളിപ്പറയുവാനോ അവനോടുള്ള ഞങ്ങളുടെ ധൈര്യത്തിനോ വിശ്വാസത്തിനോ കോട്ടം തട്ടുവാനോ സാധിക്കുകയില്ല. നീയും അങ്ങനെ തന്നെയാണ്. ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ ദുരിതങ്ങൾക്ക് പരിഹാരമായി എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചതായിരിക്കും. നമ്മുടെ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് യഹോവയോട് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. വരൂ. തീർച്ചയായും ഞാനത് അങ്ങയോട് പറയുവാനിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ വിശുദ്ധിയും മഹനീയവുമായ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ആകാശവും അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തട്ടെ. അവിടുന്ന് ആദത്തെ സൃഷ്ടിച്ചു. അവന് തുണയും താങ്ങുമായി ഹൗവായെ ഭാര്യയായി നൽകി. അവരിൽ നിന്ന് മാനവ വംശം ഉത്ഭവിച്ചു. അവിടുന്ന് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനു വേണ്ടി അവനെപ്പോലുള്ള ഒരു തുണയെ നമുക്കുണ്ടാക്കാം. കർത്താവെ, ഞാനിവളെ സ്വീകരിക്കുന്നത് ജഡീകമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലും. അസ്മാദേവൂസ്, ദൈവമേ! അയ്യോ തോബിയാസ്, ഇവിടുന്ന് ഓടി രക്ഷപ്പെടൂ. എന്നെ ഓർത്ത് ആഗ്രഹപ്പെടേണ്ട. നിന്റെ ജീവിതം ആപത്തിലാക്കരുത്. ദയവ് ചെയ്ത് ഇവിടുന്ന് പോകൂ. സാറ, നിൽക്കൂ. ഞാൻ വേണ്ടത് ചെയ്തോളാം. അങ്ങനെ അസ്മാദേവൂസ് എന്ന പിശാച് അവിടെ നിന്നും ഓടിപ്പോയി. ഓ, തോബിയാസ് എന്നൊരു പൊളി പൊളിക്കും. വൃത്തിയോട് പറയുന്നോടാ. പക്ഷെ കോമഡി എന്താണെന്നോ, ഈ രഘുവേൽ തലേ ദിവസം തന്നെ തോബിയാസിൻ്റെ മരണം മുൻകൂട്ടി കണ്ട് തൻ്റെ ദാസന്മാരെ കൊണ്ട് അവനെ കുഴിച്ചു മൂടാനുള്ള കുഴി തോണ്ടി വച്ചിരിക്കുകയായിരുന്നു. യഹോവയായ ദൈവമേ, എൻ്റെ മകളെയും തോബിയാസിനെയും ആ ദുഷ്ടശക്തിയുടെ കയ്യിൽ നിന്ന് വിടുവിക്കണമേ. എൻ്റെ മകൾക്കൊരു ജീവിതം കൊടുക്കണമേ. രഘുവിൽ, നേരം വെളുക്കാറായില്ലേ? നമുക്കൊന്ന് ചെന്ന് നോക്കിയാലോ? കുറെ നേരമായി അനക്കമൊന്നുമില്ല. യഹോവ നമ്മെ വീണ്ടും കൈവിട്ടിരിക്കുന്നു. നീ മുറിയിൽ പോയെന്ന് നോക്ക്. പോകാം. യഹോവേ. അസ്രിയ, ഇതുവരെയും ശബ്ദമൊന്നും കേൾക്കുന്നില്ല. എനിക്ക് പേടിയാവുന്നു. അങ്ങ് പേടിക്കാതിരിക്കൂ, അവനൊന്നും സംഭവിക്കില്ല. എന്റെ ഏക മകളാണവൾ. അവൾക്ക് അവർ സുഖമായി കിടന്നുറങ്ങുകയാണ്. ഞാൻ കണ്ടു. നിനക്ക് ഉറപ്പാണോ? മരിച്ചിട്ടില്ലെന്ന് ഉറപ്പാണോ? അതെ രഘുവിൽ, എനിക്ക് ഉറപ്പാണ്. അബ്ബാ, മകനെ തോബിയാസേ, ഞാൻ എന്താണ് ഈ കാണുന്നത്? അബ്ബാ, ഞാൻ മരിച്ചിട്ടില്ല. ഞാൻ ജീവനോടെ തന്നെയുണ്ട്. ദൈവമേ, അങ്ങന്റെ പ്രാർത്ഥന കേട്ടുവല്ലോ. എന്റെ മകളുടെ ജീവിതം രക്ഷിക്കാൻ വന്ന നിന്നെ യഹോവ അയച്ചതാണ്. ഞങ്ങളുടെ വംശത്തിന്റെ രക്ഷകനാണ് നീ. അബ്ബാ, നന്ദി പറയേണ്ടത് ഈ നിൽക്കുന്ന അസറിയോടാണ്. അസു മോളെ. എന്നാലും എന്റെ അസു, നിനക്ക് എവിടുന്നാണ് ഈ സിദ്ധികൾ? നീ ഒരു സംഭവം തന്നെ. ഇതൊക്കെ എന്ത്? എടി, ചെറിയൊരു പ്രശ്നമുണ്ട്. ഇനി എന്ത് പ്രശ്നം? നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു രഘുവിൽ. എടി, കുഴി കുഴി കുഴി. കുഴിയോ? എടി, അവന് വേണ്ടി തോണ്ടിയ കുഴി. അത് പെട്ടെന്ന് പോയി നികത്താൻ പറ, അല്ലെങ്കിൽ നാണക്കേടാണ്. അയ്യോ, ശരിയാണല്ലോ, ഞാൻ അത് ഓർത്തില്ല. ഞാൻ പോയി കുഴി നികത്താനുള്ള ഏർപ്പാട് ചെയ്യാം. അബ്ബാ, ഏത് കുഴിയുടെ കാര്യമാ? എന്താ മോനെ? അല്ല, എന്തോ കുഴിയുടെ കാര്യം പറയുന്നത് കേട്ടു. കുഴിയോ? കുഴി കുഴി. ഇന്നത്തെ ഈ സന്തോഷത്തിൽ നാം എല്ലാവർക്കും കുഴിമന്തി വിരുന്നൊരുക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് കുഴിയെടുക്കാൻ പറഞ്ഞാ മോനെ. കുഴിമന്തിയോ? ആഹാ. കുഴിമന്തി ആണെങ്കിൽ നല്ല ആട്ടിറച്ചിയുടെ തന്നെ ആയിക്കോട്ടെ. അങ്ങനെ ആവട്ടെ ആശ്രയ. നീയാണ് ഇന്നത്തെ ആഘോഷങ്ങളുടെ പ്രധാന കാരണം. നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല.
ഇനി ഇന്നു മുതൽ 14 ദിവസം ഇവിടെ ആഘോഷങ്ങളുടെ ദിനമായിരിക്കും. നമുക്കെല്ലാവർക്കും ചേർന്ന് യഹോവയെ പാടി സ്തുതിച്ച് ആഘോഷിക്കണം. അയ്യോ അബ്ബ, ഞങ്ങൾക്ക് ഗബായലിൻ്റെ ഭവനത്തിലേക്ക് പോകണം. എൻ്റെ അപ്പൻ എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കണം. അതിന് നീ എന്നെ ദയവ് ചെയ്ത് സമ്മതിക്കണം. ഞങ്ങളെ ദയവ് ചെയ്ത് വിട്ടയക്കണം. ഇല്ല മോൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇന്ന് നിന്നെ വിടുന്ന പ്രശ്നമില്ല. മോൻ ഇവിടെ എൻ്റെ മകളുടെ ഒപ്പം കഴിഞ്ഞ് എൻ്റെ കുടുംബാംഗങ്ങളുടെ കൂടെ ആഹ്ലാദിക്കാൻ ഇവിടെ ഉണ്ടാവണം. ഗബായലിന്റെ ഭവനത്തിൽ പോകുവാൻ വേറെ എന്തെങ്കിലും ഏർപ്പാട് നമുക്ക് ചെയ്യാം തോബിയാസ്? ഞാൻ പോകാനായിരിക്കും. അത് പിന്നെ ഞാൻ ഇവിടുത്തെ ഒരു അംഗമായ സ്ഥിതിക്ക് നിനക്ക് പോകുവാൻ മനസ്സുണ്ടോ? ഓ, ഞാൻ പോയിക്കോളാമേ. ആ പ്രമാണരേഖ ഇങ്ങ് തന്നേക്ക്. വളരെ നന്ദി അസറിയ. അങ്ങനെയെങ്കിൽ നീ നമ്മുടെ 2 ഒട്ടകങ്ങളും ഒരു ദാസനെയും കൂട്ടിക്കൊണ്ടുപോകൂ. ഇനി എനിക്കുള്ളവയെല്ലാം ഇവനുള്ളതാണ്. അവിടുന്ന് മടങ്ങുമ്പോൾ ഗബായേലിനെയും നീ വിരുന്നിന് ഇവിടേക്ക് ക്ഷണിക്കണം. ശരി രഘുവേൽ. തോബി, ഞാൻ പോകാനുള്ള ഏർപ്പാട് ചെയ്യാം. ശരി അസു. മോളെ സാറാ, ഇങ്ങ് വരൂ. മക്കളെ, എൻ്റെ മരണത്തിന് മുൻപ് തന്നെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് ഐശ്വര്യമേകും. മോളെ, നിന്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. അവരാണ് ഇനിമേൽ നിനക്ക് മാതാപിതാക്കൾ. നിന്നെപ്പറ്റി നല്ലത് മാത്രം കേൾക്കാൻ എനിക്ക് ഇടവരട്ടെ. മോനെ, സ്വർഗസ്ഥനായ കർത്താവ് നിനക്ക് സാറായിൽ ജനിക്കുന്ന കുട്ടികളെ കണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദിക്കുവാൻ എനിക്ക് ഇടവരികയും ചെയ്യട്ടെ. അങ്ങനെ 14 ദിവസത്തിനു ശേഷം തോബിയാസും സാറായും അസറിയായും സർവസന്നാഹങ്ങളുമായി തിരിച്ച് തോബിത്തിന്റെ ഭവനത്തിലേക്കെത്തി. ഇത്രയും നാളായിട്ടും മകനെ കാണാഞ്ഞതിൽ വിഷമിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ തോബിത്തും ഭാര്യയായ ഹന്നയും. അയ്യോ, ബെല്ലടിച്ചല്ലോടാ മക്കളെ. ഒന്നും സാരമില്ല സാറേ. സാറ് ബാക്കി പറ. കാഴ്ചയില്ലാതെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. മകനെ കാണാതെ വിഷമിച്ചിരിക്കുകയാണ് തോബിത്ത്. എന്താല്ലേ, ഒരു പെണ്ണ് കെട്ടിയപ്പോൾ അപ്പനെ കുറിച്ച് വല്ല വിചാരമുണ്ടോ? ആ മോനെ അഖിലേ, നിന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ട് കേട്ടോ. അപ്പനെ അമ്മയും നിനക്ക് എന്തുമാത്രം വിചാരം ഉണ്ടാകുമെന്ന് നമുക്കൊന്ന് നോക്കണം. അതിന് ഇവനൊക്കെ ആര് പെണ്ണ് കൊടുക്കാനാ സാറേ? എന്നാലും ഇത് എത്രാമത്തെ ദിവസമായത്? അവരെ കാണുന്നില്ലല്ലോ ഹന്നെ. ഞാൻ അന്നേ പറഞ്ഞതാ, എനിക്ക് പേടിയാണ് അവനെ വിടണ്ട എന്ന്. ദൈവമായ യഹോവേ, ഞങ്ങളിൽ കനിവുണ്ടാകണമേ. എൻ്റെ മകനെയും അസറിയായും വേഗം തിരികെ വരുത്തണമേ. യഹോവേ, രക്ഷിക്കണമേ. ദേ, ആരൊക്കെ വരുന്നുണ്ട്. ആര്? ദേ നോക്ക്, നമ്മുടെ മോൻ കുറെ മൃഗങ്ങളും സന്നാഹങ്ങളുമായി വരുന്നു. ദൈവമേ. നേരോ? യഹോവേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവൻ. തോബി, 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 മോനെ തോബി. അപ്പാ, അമ്മേ. മോനെ തോബി, എവിടെയായിരുന്നു മോനെ ഇത്രയും നാള്? അപ്പാ, എന്നോട് ക്ഷമിക്കണം വൈകിയതിൽ. ഞാൻ നമ്മുടെ ചാച്ചിക്കാരനായ രഘുവേലിന്റെ മകളായ സാറയെ വിവാഹം ചെയ്തു. അവളുടെ ഭർത്താക്കന്മാരെ വേട്ടയാടിക്കൊണ്ടിരുന്ന ദുഷ്ടശക്തിയിൽ നിന്നും യഹോവ എന്നെ വിടുവിച്ചു. അസറിയാണ് അതിനെന്നെ സഹായിച്ചത്. എവിടെ? അവൾ എവിടെ? ദേ ഇവിടെ തന്നെയുണ്ട്. സാറാ മോളെ, ഇനി വാ. യഹോവയാൻ ദൈവം നമ്മുടെ 2 കുടുംബങ്ങളുടെയും പ്രാർത്ഥന കേട്ടിരിക്കുന്നു. യഹോവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തോബി, ആ മത്സ്യത്തിന്റെ പിത്താശയം തോബിത്തിന്റെ കണ്ണിലേക്ക് പുരട്ടിക്കൊടുക്കും. ശരി. മോനെ, എന്തായി ചെയ്യുന്നത്? എന്തായി ചെയ്യുന്നത്? എന്താണിത്? ഇതൊരു ഔഷധമാണപ്പാ, പേടിക്കണ്ട. മോനെ, എന്റെ കാഴ്ച തിരിച്ചു കിട്ടുന്നത് പോലെ. മോനെ, എനിക്കെല്ലാം കാണാം. എനിക്കെല്ലാം വ്യക്തമായി കാണാം. ദൈവത്തിന് സ്തുതി. യഹോവേ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുവല്ലോ. മക്കളെ, നിങ്ങളെ എനിക്ക് കാണുവാൻ ഇടയായല്ലോ. യഹോവേ, സ്തുതി. മോനെ, ഇതെന്ത് അത്ഭുതമാണ്! ഇത് വേറെ ഒരു വൈദ്യനെ കൊണ്ടും സാധിക്കാത്തതാണ്. ഞങ്ങൾ വിരുന്നിനായി വേണ്ട ഒരുക്കങ്ങൾ ചെയ്യട്ടെ. വാ മോളെ. എല്ലാത്തിനും കാരണം നമ്മുടെ ഈ അസറിയാണപ്പാ. അവനെ സഹയാത്രികനായി കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ്. യഹോവയാം ദൈവമായിട്ട് നമുക്ക് നൽകിയതാണിവനെ. മോനെ, ഈ അസറിയായിക്ക് പറഞ്ഞതിലും കൂടുതൽ കൂലി കൊടുക്കണം. അപ്പാ, ഞാൻ കൊണ്ടുവന്നതിൽ പകുതി കൊടുത്താലും മതിയാവില്ല. അത്രയ്ക്ക് സഹായങ്ങളാണ് അവൻ നമുക്ക് ചെയ്തു തന്നത്. അസറിയ, എൻ്റെ മകൻ കൊണ്ടുവന്നതിൽ പകുതിയും കൊണ്ടുപോയിക്കൊള്ളുക. നീ അത് അർഹിക്കുന്നുണ്ട്.
എനിക്ക് യാതൊന്നും വേണ്ട തോബിത്ത്. ദൈവത്തെ സ്തുതിക്കുകയും അവന് നന്ദി പറയുകയും ചെയ്യും. രാജാക്കന്മാർ കൊന്നു തള്ളിയ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ മടിക്കാതിരുന്നതിൻ്റെ സൽപ്രവൃത്തി ഞാൻ കണ്ടിരുന്നു. ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. നിന്നെയും നിന്റെ മരുമകൾ സാറയും സുഖപ്പെടുത്താൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ഇതെന്താണ് ഈ നടക്കുന്നത്? മോനെ, ഇവൻ ആരാ മോനെ? അയ്യോ അപ്പാ, എനിക്കറിയില്ല. അപ്പാ, അസറിയ, ഇതെന്താണ്? അയ്യോ അയ്യോ അയ്യോ! ഞാൻ റാഫേലാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന 7 വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ. എന്താ ട്വിസ്റ്റ്? അതെ, കിടിലം. അങ്ങനെ റാഫേൽ മാലാഖ പറഞ്ഞതനുസരിച്ച് അവർ നടന്ന സംഭവങ്ങളെല്ലാം എഴുതി വെച്ചു. അതാണ് നമ്മുടെ തോബിത്തിൻ്റെ പുസ്തകം. അപ്പൊ നമ്മുടെ ഇടയിലൊക്കെ മാലാഖമാരുണ്ടല്ലേ സാറേ? പിന്നല്ലാതെ, നമ്മുടെ കൂടെ നമ്മുടെ സുഹൃത്തുക്കളായും നമ്മുടെ ബന്ധുക്കളായും നമ്മുടെ ഗുരുക്കന്മാരായും നമ്മുടെ വൈദികരായും എല്ലാം ദൈവം മാലാഖമാരെ അയക്കും. നമുക്കവരെ മനസ്സിലായെന്ന് വരില്ല, ചിലപ്പോൾ കാണാൻ പോലും പറ്റിയെന്ന് വരില്ല. അദൃശ്യനായി നമുക്ക് ധൈര്യം പകർന്നുകൊണ്ടിരിക്കും. ആഴമേറിയ ദൈവബന്ധം കൊണ്ടും പ്രാർത്ഥനാ ജീവിതം കൊണ്ടും നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ടുമൊക്കെ ഈ മാലാഖയുടെ പ്രയോജനം നമുക്ക് കിട്ടുകയുള്ളൂ. നമുക്കെല്ലാവർക്കും അങ്ങനെ ഒരു കാവൽ മാലാഖയെ തരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മക്കളെ.